How to add subscription in serials എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ഒരു പുതിയ സീരിയലിനായി സബ്സ്ക്രിപ്ഷൻ എങ്ങനെ ചേർക്കാമെന്ന് പഠിക്കാം. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുന്നതിന് ഞാൻ ഉബുണ്ടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 16.04 കോഹ വെർഷൻ 16.05 എന്നിവ ഉപയോഗിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിന് നിങ്ങൾക്ക് ലൈബ്രറി സയൻസ് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സിസ്റ്റത്തിൽ കോഹ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് കോഹയിൽ അഡ്മിൻ ആക്സസ് ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വെബ്സൈറ്റിലെ കോഹ സ്പോക്കൺ ട്യൂട്ടോറിയൽ സീരീസ് സന്ദർശിക്കുക. മുൻപത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ കാറ്റലോഗ് സീരിയൽ സബ്സ്ക്രിപ്ഷൻസ് പഠിച്ചു. ഈ ട്യൂട്ടോറിയൽ സീരിയൽസിനുള്ള പുതിയ സബ്സ്ക്രിപ്ഷൻ എങ്ങനെ ചേർക്കാമെന്ന് പഠിക്കാം. സൂപ്പർ ലൈബ്രറിയൻ, ബെല്ല, പാസ്വേഡ് എന്നിവയുമായി ലോഗിൻ ചെയ്യുക. ഈ പരമ്പരയിലെ മുൻ ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചതുപോലെ സീരിയൽസ് സബ്സ്ക്രിപ്ഷനുമായി പുതിയ വെൻഡർ ചേർക്കുക. ഞാൻ മുംബൈ ജേർണൽ സപ്ലയർ എന്ന് പേര് കൊടുക്കും. ഞാൻ ഒരു ഇമെയിൽ ഐഡി ചേർത്തിരിക്കുന്നു, mumbaijournals@gmail.com. Primary acquisitions contact, primary serials contact, contact about late orders, contact about late issues എന്നീ ചെക്ക് ബോക്സുകൾ ചെക്ക് ചെയ്യുക. ഈ ട്യൂട്ടോറിയലിൽ ഈ വിശദാംശങ്ങൾ പിന്നീട് ഉപയോഗിക്കും. അതേപോലെ നിങ്ങളുടെ വെൻഡറിന്റെ വിവരങ്ങൾ നിങ്ങൾ പൂരിപ്പിക്കണം. ഇവിടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ജേർണലിന്റെ സ്ക്രീൻഷോട്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ വിശദാംശങ്ങളും കൊടുത്ത് കോഹ ഇന്റർഫേസിൽ പോകാം. നമുക്ക് കോഹ ഇന്റർഫേസിലേക്ക് പോകാം. ഇപ്പോൾ കോഹ ഹോം പേജിൽ സീരിയൽസ് ക്ലിക്ക് ചെയ്യുക. തുറക്കുന്ന പേജിൽ ന്യൂ സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് എ ന്യൂ സബ്സ്ക്രിപ്ഷൻ എന്ന മറ്റൊരു പുതിയ പേജ് തുറക്കും. ഇവിടെ ചില വിശദാംശങ്ങൾ പൂരിപ്പിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടും. വെൻഡർ എന്നതിനായി രണ്ട് ശൂന്യമായ ബോക്സുകൾക്ക് അടുത്ത് സെർച്ച് ഫോർ വെൻഡർ ക്ലിക്ക് ചെയ്യുക. പുതിയ വിൻഡോയിൽ ഒരു പുതിയ പേജ് സീരിയൽ സബ്സ്ക്രിപ്ഷൻ സെർച്ച് ഫോർ വെൻഡർ തുറക്കുന്നു. വെൻഡർ നെയിമിൽ ഞാൻ ടൈപ്പ് ചെയ്യും മുംബൈ ജേർണൽ സപ്ലയർ. ഇവിടെ നിങ്ങളുടെ വെൻഡറിന്റെ പേര് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ ഫീൽഡിൽ വലതുവശത്തുള്ള OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വെൻഡർ സെർച്ച് റിസൾട്ട്സ് കാണിക്കുന്ന ഒരു പുതിയ പേജ് തുറക്കുന്നു. താഴെയുള്ള ടേബിളിൽ സെലക്ട് എന്ന വിഭാഗത്തിൽ വെൻഡർ നെയിമിന് തൊട്ടടുത്തുള്ള ചൂസ് തിരഞ്ഞെടുക്കുക. അതേ പേജ് ആഡ് എ ന്യൂ സബ്സ്ക്രിപ്ഷൻ വീണ്ടും തുറക്കുന്നു. ട്യൂട്ടോറിയലിൽ പിന്നീട് ഇത് വീണ്ടും ഉപയോഗിക്കുമെന്നതിനാൽ ഈ പേജ് ക്ലോസ് ചെയ്യരുത്. അടുത്തതായി റെക്കോർഡ്. റെക്കോർഡ് എന്നതിന് സമീപം രണ്ട് ശൂന്യമായ ബോക്സുകളുണ്ട്. ഈ ബ്ലാക്ക് ബോക്സുകളിൽ രണ്ട് ടാബുകൾ ഉണ്ട്: സെർച്ച് ഫോർ റെക്കോർഡ്, ക്രിയേറ്റ് റെക്കോർഡ്. റെക്കോർഡ് ഇതിനകം ഉണ്ടെങ്കിൽ സെർച്ച് ഫോർ റെക്കോർഡ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഓരോ സീരിയലിന്റെയും പുതിയ എൻട്രിക്കായി ക്രിയേറ്റ് ന്യൂ റെക്കോർഡ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. മുൻപത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇതിനകം ഇന്ത്യൻ ജേർണൽ ഓഫ് മൈക്രോബയോളജി എന്ന ഹെഡിംഗിൽ ഒരു സീരിയൽ കാറ്റലോഗ് ചെയ്തു. അതുകൊണ്ട് സെർച്ച് ഫോർ റെക്കോർഡ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ വിൻഡോ കാറ്റലോഗ് സെർച്ച് തുറക്കുന്നു. കീവേർഡ് ഫീൽഡിൽ ഇന്ത്യൻ നൽകുക. തുടർന്ന് പേജിന് ചുവടെയുള്ള സെർച്ച് ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ പേജ് സെർച്ച് റിസൾട്ട്സ് ഫ്രം 1 to 1 of 1 തുറക്കുന്നു. മുമ്പ് നൽകിയിരിക്കുന്നതുകൊണ്ട് താഴെയുള്ള വിവരങ്ങൾ ലഭ്യമാണ്. ടൈറ്റിൽ ഇന്ത്യൻ ജേർണൽ ഓഫ് മൈക്രോബയോളജി, പബ്ലിഷർ സ്പ്രിംഗർ, ISSN 00468991. നിങ്ങൾ നൽകിയ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാം.
അടുത്തതായി പട്ടികയുടെ വലതു കോണിൽ ചൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേ വിൻഡോ ക്ലോസ് ആയി വിശദാംശങ്ങൾ നൽകിയ പേജ് കാണാം. റെക്കോർഡ് ഫീൽഡിൽ ആഡ് എ ന്യൂ സബ്സ്ക്രിപ്ഷൻ, എന്റെ കാര്യത്തിൽ അത് നമ്പർ 3 കാണിക്കുന്നു. നിങ്ങൾ നിർമ്മിച്ച എൻട്രികളുടെ എണ്ണം അനുസരിച്ച് നിങ്ങളുടെ ഇന്റർഫേസിൽ വ്യത്യസ്തമായിരിക്കും. താഴെയുള്ളവ അതേപോലെ വിടുക. നമുക്ക് മുന്നോട്ട് പോകാം. ലൈബ്രറിക്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സ്പോക്കൺ ട്യൂട്ടോറിയൽ ലൈബ്രറി തിരഞ്ഞെടുക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾ പൂരിപ്പിക്കണം. പബ്ലിക് നോട്ട്, നോൺ പബ്ലിക് നോട്ട്. ഞാൻ അവ വിടും. അടുത്തതായി പേട്രൺ നോട്ടിഫിക്കേഷൻ. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് റൂട്ടിംഗ് ലിസ്റ്റ് തിരഞ്ഞെടുക്കുക. ഗ്രേസ് പീരിയഡിന് 15 ഡേയ്സ് തിരഞ്ഞെടുക്കും. നമ്പർ ഓഫ് ഇഷ്യൂസ് ടു ഡിസ്പ്ലേ ടു സ്റ്റാഫ് എന്നതിന് 4. നമ്പർ ഓഫ് ഇഷ്യൂസ് ടു ഡിസ്പ്ലേ ടു ദി പബ്ലിക് എന്നതിന് 4. എല്ലാ വിശദാംശങ്ങളും നൽകിയ ശേഷം പേജിന് ചുവടെയുള്ള നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ പേജ് ആഡ് എ ന്യൂ സബ്സ്ക്രിപ്ഷൻ തുറക്കുന്നു. സീരിയൽസ് പ്ലാനിംഗ് എന്ന വിഭാഗത്തിന് താഴെയുള്ളവ കൊടുക്കുക. ഫസ്റ്റ് ഇഷ്യൂ പബ്ലിക്കേഷൻ ഡേറ്റിന് 01/01/2017 ഞാൻ കൊടുക്കും. ഫ്രീക്വൻസിക്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഞാൻ 1/3 months തിരഞ്ഞെടുക്കും. സബ്സ്ക്രിപ്ഷൻ ലെങ്ത് ഇതിനകം ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഇഷ്യൂസ് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ എന്റർ എമൗണ്ട് ഇൻ ന്യൂമറൽസ് എന്ന ബോക്സിൽ 4 എന്റർ ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ഡേറ്റ് 01/01/2017 കൊടുക്കും. സബ്സ്ക്രിപ്ഷൻ എൻഡ് ഡേറ്റ് 01/12/2017 കൊടുക്കും. നമ്പറിംഗ് പാറ്റേൺ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് വോളിയം നമ്പർ തിരഞ്ഞെടുക്കുക. ലൊക്കെയിൽ എന്നതിന് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുക. ഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗണിൽ നിന്നും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അടുത്തതായി വോളിയം നമ്പർ താഴെ കൊടുക്കുക. begins with volume 57, begin with number 1, inner counter number 4. എന്നിരുന്നാലും പാറ്റേൺ ടൈപ്പ് മാറ്റണമെങ്കിൽ ഷോ ഓർ ഹൈഡ് അഡ്വാൻസ്ഡ് പാറ്റേൺ ക്ലിക്ക് ചെയ്യുക. എൻട്രീസ് എഡിറ്റ് ചെയ്യുവാൻ അഡ്വാൻസ്ഡ് പ്രഡിക്ഷൻ പാറ്റേൺ ടേബിളിൽ താഴെ മോഡിഫൈ പാറ്റേൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, പാറ്റേൺ നെയിം വോളിയം നമ്പർ ആയിരിക്കണം. നമ്പറിംഗ് ഫോർമുല വോളിയം X നമ്പർ Y. അഡ്വാൻസ്ഡ് പ്രഡിക്ഷൻ പാറ്റേണിൽ കോഹ ഡിഫോൾട്ട് ആയി മൂല്യങ്ങൾ തിരഞ്ഞെടുക്കും. ലേബൽ കോളം X വോളിയം Y നമ്പർ. begins with കോളം X ന് 57, കോളം Y 1 തുടങ്ങിയവയാണ്. ഇപ്പോൾ പേജിന് ചുവടെയുള്ള ടെസ്റ്റ് പ്രഡിക്ഷൻ പാറ്റേൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രഡിക്ഷൻ പാറ്റേൺ വലതുവശത്ത് അതേ പേജിൽ ദൃശ്യമാകും. പ്രഡിക്ഷൻ പാറ്റേൺ നമ്പർ, പബ്ലിക്കേഷൻ ഡേറ്റ്, നോട്ട് പബ്ലിഷ്ഡ് എന്നീ വിവരങ്ങൾ കാണിക്കും. അവസാനമായി പേജിന് ചുവടെയുള്ള സേവ് സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താഴെ പറയുന്ന വിശദാംശങ്ങളുള്ള സബ്സ്ക്രിപ്ഷൻ ഫോർ ഇന്ത്യൻ ജേർണൽ ഓഫ് മൈക്രോബയോളജി ഒരു പുതിയ പേജ് തുറക്കുന്നു. ഇൻഫർമേഷൻ, പ്ലാനിംഗ്, ഇഷ്യൂ സമ്മറി. പ്ലാനിംഗ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. താഴെ പറയുന്നവ ചെക്ക് ചെയ്യുക. സ്റ്റാർട്ടിംഗ് വിത്ത് ടാബിൽ വോളിയം നമ്പർ 57(1) എന്നിവ. റോൾ ഓവർ ടാബിൽ വോളിയം നമ്പർ 9, 9, 9, 9, 9, 12 എന്നിവയായിരിക്കണം. അടുത്തതായി ഇഷ്യൂസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഇനി പറയുന്ന വിശദാംശങ്ങൾ
കാണിക്കും. ഇഷ്യൂ നമ്പറിന് വോളിയം 57, നമ്പർ 1, പ്ലാന്റ് ഡേറ്റിന് 01/01/2017, പബ്ലിഷ്ഡ് ഡേറ്റ് 01/01/2017, പബ്ലിഷ്ഡ് ഡേറ്റ് ടെക്സ്റ്റ് ബ്ലാങ്ക് എന്നിവയായിരിക്കണം. സ്റ്റാറ്റസ് എക്സ്പെക്ടഡ്. ജേർണൽ സബ്സ്ക്രിപ്ഷൻ വിജയകരമായി ചേർത്തു. സബ്സ്ക്രിപ്ഷൻ ഓഫ് സീരിയൽസ് ചേർക്കുന്നതിന്റെ ലക്ഷ്യം ജേർണൽസ്, മാഗസിൻസ്, ട്രാക്ക് സൂക്ഷിക്കുന്നതിനാണ്. സീരിയൽസ്, ന്യൂസ് പേപ്പർ, ഒരു സാധാരണ ഷെഡ്യൂളിൽ പ്രസിദ്ധീകരിച്ച മറ്റ് ഐറ്റംസ്. നിങ്ങൾ ഇപ്പോൾ കോഹയിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് കോഹ ഇന്റർഫേസിനു മുകളിൽ വലതുകോണിലേക്ക് പോകുക, സ്പോക്കൻ ട്യൂട്ടോറിയൽ ലൈബ്രറി ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗണിൽ നിന്നും ലോഗ് ഔട്ട് തിരഞ്ഞെടുക്കുക. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ ഒരു പുതിയ സീരിയലിനുള്ള സബ്സ്ക്രിപ്ഷൻ എങ്ങനെ ചേർക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി. അസൈൻമെന്റ് എന്നതിന് ജേർണൽ ഓഫ് മോളിക്യുലർ ബയോളജിക്ക് വേണ്ടി ഒരു പുതിയ സബ്സ്ക്രിപ്ഷൻ ചേർക്കുക. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. ഈ ഫോറത്തിൽ നിങ്ങളുടെ സമയബന്ധിതമായ ക്വറീസ് പോസ്റ്റ് ചെയ്യൂ. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിലുണ്ട്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.